ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഒരു മലയാള സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു. രേഖാ ചിത്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രേഖാ ചിത്രം. ഈ ഒരു സിനിമ ജോൺ മന്ത്രിക്കലിന്റെയും രാമു സുനിലിന്റെയും തിരക്കഥയിൽ ജോഫിറ്റി ചാക്കോ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു ഹിസ്റ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ആസിഫ് അലി, അനശ്വർ രാജന്, മനോജ് കെ ജയന്, സിദ്ദിഖ്, ജഗദീഷ് ഉണ്ട്, രിഷി അശോക് ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക മനോജ് കെ ജയന്റെ കാര്യം പറഞ്ഞു. ഇന്നവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പഴയ കാലത്ത് 1985 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, ഒരു സിനിമ സെറ്റിൽ നടന്ന ഒരു സംഭവം, അത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എന്താ പറയുക നമ്മുടെ നായകൻ പോലീസ് ഓഫീസറായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിലേക്ക് അവിടെ നടന്നൊരു ക്രൈം അന്വേഷിക്കാൻ വരികയാണ്. അതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. നമ്മുടെ നായകൻ പോലീസ് ഓഫീസറായിരിക്കും, CI ആയിരിക്കും, സസ്പെൻഷനിലായിരിക്കും. ഡ്യൂട്ടി സമയത്ത് എന്താ പറയുക ഓൺലൈൻ റമ്മി കളിച്ചിട്ടുള്ള സസ്പെൻഷനിലായിരിക്കും. പിന്നെ മലക്കപ്പാറ എന്ന് പറഞ്ഞൊരു മലപ്രദേശത്തേക്ക് സ്ഥലം മാറ്റുകയാണ്. അവിടെ എത്തിപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ക്രൈം, ഒരു സംഭവം നടക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീടുള്ള കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഈ സിനിമ എന്നുള്ളത് ഇൻ്റർവെൽ ഇല്ലാത്തൊരു സിനിമയാണ്. അത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവെൽ ഇല്ലാത്തൊരു സിനിമയാണെന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നും പറയാൻ പറ്റില്ല, ഇൻ്റർവെൽ ഇല്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ. സിനിമയുടെ പേര് കാണിക്കുന്നത് തന്നെ ആദ്യം 40 മിനിറ്റിന് ശേഷമാണ് സിനിമയുടെ പേര് കാണിക്കുന്നത് തന്നെ. അപ്പം ഈ സിനിമയുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ BGM പൊളിയായിരുന്നു. ആ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്ന ആ ഒരു ഒഴുക്കിനെ നല്ലപോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആ ഒരു BGM എന്നുള്ളത്. മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുജീബ് മജീദാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം അതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മേക്കിംഗ്, ഈ സിനിമയുടെ മേക്കിംഗ് എന്നുള്ളത് നല്ല രസകരമായിട്ടുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, മേക്കിംഗ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 1 മണിക്കൂറാണ് എനിക്ക് പേഴ്സണലായിട്ട് ആദ്യത്തെ 1 മണിക്കൂറാണ് എൻഗേജിങ് ആയിട്ട് തോന്നിയത്. പിന്നീടുള്ള ആകെ 2 മണിക്കൂറും 19 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ടോട്ടൽ ദൈർഘ്യം വരുന്നത് 2 മണിക്കൂറും 19 മിനിറ്റാണ്. പെർഫോമൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടിയ റോളുകൾ മികച്ചതാക്കി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുന്നത് അനശ്വർ രാജൻ കിടുകയായി ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം. പിന്നെ ആസിഫ് അലി പോലീസ് വേഷം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അടിപൊളിയായിരുന്നു ആസിഫ് അലിയുടെ കഥാപാത്രം എന്നുള്ളത്. പിന്നെ മനോജ് കെ ജയന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നല്ല ബിൽഡായത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്, പറ്റുമായിരുന്നു എന്നുള്ളത് തോന്നി മൊത്തത്തിൽ എല്ലാവരും. പിന്നെ നമ്മുടെ ആട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ സെറീന ബാബു, അവരുടെ ഒരു റോളുണ്ട്, സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ സിനിമാ ഫീൽഡിലുള്ള കുറേ ആൾക്കാർ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ആ ഒരു പേര് തന്നെ വന്നു പോകുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയാനുള്ളത്. സ്റ്റൈലിഷ് മേക്കിംഗ് തന്നെയാണ് കുറച്ചുകൂടി നന്നായിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിരുന്നു ഉള്ളത് തന്നെയാണ് സിനിമയുടെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ആദ്യത്തെ ആ 1 മണിക്കൂറിൽ അനാവശ്യമായിട്ടുള്ള ഒരു സീനുകളും സിനിമയില്ല എന്നുള്ളതാണ് സിനിമയുടെ മികച്ചതായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇന്റർവെൽ കൊടുത്തത്. തിയേറ്ററിൽ നമുക്ക് എന്തായാലും ഇന്റർവെൽ തരില്ല, സിനിമയ്ക്ക് ഇന്റർവെൽ ഇല്ല. അപ്പോൾ അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് സിനിമ എന്താ പറയുക, ആ ഒരു ഒഴുക്ക് അങ്ങോട്ട് നഷ്ടപ്പെട്ടതുപോലെ തോന്നി എനിക്ക്. പിന്നെ ആ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ കുറേ വന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് അവസാന 1 മണിക്കൂറിലാണ് ഈ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ ഒരുപാട് വരുന്നത്. പക്ഷേ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ കാണിച്ചു പോകുന്ന പോലെ തോന്നി. അത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് സെറ്റാക്കാമായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാമായിരുന്നു. ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് കട്ടാക്കാമായിരുന്നു തോന്നി എനിക്ക്. പിന്നെ 1985 കാലഘട്ടം കാണിച്ചതും പിന്നെ ആ ഒരു സിനിമ സെറ്റ് കാര്യങ്ങളൊക്കെ, ആ ബിഹൈൻഡ് സീന് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്, ആ നല്ല ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീല്, ആ ഒരു ഫീൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു AI സംഭവം
അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആ ഒരു AI സെറ്റപ്പ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരു 10-ൽ 10 മാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ അവർ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറിൽ കിട്ടിയ ആ ഒരു എൻഗേജിങ് ഫാക്ടർ പിന്നീട് ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സിനിമയെ എന്നിലെ പ്രേക്ഷകരെ ബാക്കോട്ട് അടിക്കുന്ന ഒരു സംഭവം എന്നുള്ളത്. ആകെ മൊത്തം ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു ഏവറേജ് അനുഭവമാണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ട്വിസ്റ്റ് കാര്യങ്ങളും അങ്ങനത്തെ ട്വിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്കൊരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്തുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ആദ്യത്തെ ഒരു മണിക്കൂറാണ് എനിക്ക് കൂടുതലായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം എന്താണെന്ന് ചോദിക്കാൻ, ഇത് ശരിക്കും നടന്ന സംഭവമാണോ? അതെന്താ വെച്ചാൽ ഇതിലുള്ള ഓരോ സംഭവങ്ങളും ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോരുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഈ കത്ത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അത് സിനിമയിൽ കാണിക്കുന്ന അതൊക്കെ സംഭവങ്ങൾ കാണുന്ന സമയത്ത് ശരിക്കും നടന്ന സംഭവമാണോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. ശരിക്കും നടന്ന എനിക്കറിയില്ല കേട്ടോ, നമ്മൾ സംശയിച്ചു പോകും. അത് ഇവരുടെ ആ ഒരു മേക്കിംഗ് കൊണ്ട് അവരുടെ ഒരു വിജയം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാലും എന്നിലെ പ്രേക്ഷകന് ഈ ഒരു സിനിമ ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് പിന്നെ എന്താ പറയുക ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.